അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ ഈ തവണത്തെ നോമ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പെരുന്നാളും കഴിഞ്ഞു. പക്ഷേ വീഡിയോ എടുത്ത് വെച്ചേക്കണതുകൊണ്ട് തന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും റമദാൻ 19 തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ മിനി സമൂസ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുതായിരിക്കില്ല. അപ്പോൾ പിള്ളേർക്കും ഭയങ്കര ക്യൂട്ടായിട്ട് നന്നായിട്ട് കഴിക്കാനും പറ്റും. ചീസൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചീസി സമൂസ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ മസാല ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ട് സമൂസ ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സമൂസയൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് ഇക്കാക്കിന്ന് വരാൻ പറ്റില്ല, പുറത്തൊരു നോമ്പുറ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പിള്ളേർക്കും ഇന്ന് പള്ളിയിലാണ് കേട്ടോ നോമ്പുറ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എന്തുണ്ടാക്കാനും ഭയങ്കര മടിയായി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ കൽമാസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ ഹാസിമും പ്ലേ സ്കൂളിൽ നിന്ന് വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴാണ് അവനെ വിളിക്കുന്നത്. അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് പഴം എന്തായാലും വാട്ടുന്നുണ്ട്. റമദാൻ 30 ഞങ്ങൾക്ക് റൂഹഫ്സ ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസായിട്ട്. അപ്പോൾ അത് തന്നെ ഇന്നും ഉണ്ട്. അതേപോലെ സർവത്തും ആക്കുന്നുണ്ട്. എല്ലാ ദിവസവും അത് കൊടുത്താലും ഇവിടെ എല്ലാവർക്കും നല്ല റണ്ണിങ് ആണ് കേട്ടോ. അതുകൊണ്ട് പുതിയ ജ്യൂസുകളൊക്കെ പരീക്ഷിക്കൽ ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഈ തവണ. ഇത് നാട്ടിൽ നിന്ന് ഇക്കാട് ഉമ്മ കൊടുത്തയച്ച നല്ല നാടൻ നെയ്യാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് പഴവും വാട്ടിയെടുക്കുന്നുണ്ട്. മെയിൻ ഫുഡായിട്ട് പുട്ടുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ തലേ ദിവസത്തെ കറിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു നോമ്പോറായിരുന്നു കേട്ടോ. പിള്ളേരും ഇല്ല, ഞാനും ഹാസിമും മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് 10 ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഇതുവരെ തരിക്കഞ്ഞി ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ഓർത്തത്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് തരിക്കഞ്ഞി. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് 10 കിയാമുല്ലയിലൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് കുടിക്കാൻ ബെസ്റ്റാണ് കേട്ടോ തരിക്കഞ്ഞി. നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സർവത്തിലേക്കും അതേപോലെ റൂഹഫ്സയിലേക്കും ഞാൻ കസ്കസ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അതിൽ മിക്സ് ചെയ്ത് വെക്കും ഞാൻ. സർവത്തും അതേപോലെ നാരങ്ങയും പിഴിഞ്ഞ് നേരത്തെ തന്നെ സെറ്റാക്കി വെക്കും. എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താണ് കേട്ടോ അതിലേക്ക് സോഡ ഒഴിച്ചിട്ട് കുടിക്കുന്നത്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചു. നമ്മുടെ അടിപൊളി കൽമാസും വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹാസിമും നോമ്പൊക്കെ തുറന്ന് കുറച്ച് നേരം നിസ്കരിച്ച് ഓതി അതൊക്കെ കഴിഞ്ഞ് തരി കാച്ചാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ഇക്കാക്കും ഹാസിമിനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു 2 ഗ്ലാസ് പാലും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി നന്നായിട്ട് ചൂടാക്കി തിളച്ച് വരുമ്പോൾ റവയും അതേപോലെ കുറച്ച് സേമിയവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഏലക്ക പൊടിച്ചിടുക, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുകി വരുമ്പോൾ തന്നെ തരിക്കഞ്ഞ് റെഡിയാവും. പിന്നെ അതിലേക്ക് നെയ്യിൽ നമ്മുടെ മുന്തിരിയും നട്ട്സും ഒക്കെ ഒന്ന് വറുത്തിടാം. ചെറിയുള്ളി ഇട്ടാൽ ടേസ്റ്റാണ്. ചെറിയുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും, അല്ലാത്തവർക്ക് അത് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇക്കാക്ക് എന്തായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒക്കെ വിളിച്ചത്. അവിടെ നിന്ന് ഫുഡ് കൊടുത്തയക്കുന്നുണ്ടെന്ന്. മന്തിയാണ് കേട്ടോ, ചിക്കൻ മന്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പുട്ട് അതേപോലെ തന്നെ എടുത്തു വെച്ചു. വലിയൊരു താളത്തിലായിരുന്നു കേട്ടോ മന്തി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റൈസും കാര്യങ്ങളൊക്കെ ബാക്കി വന്നു. അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ആരും കഴിക്കാനൊന്നും പോണില്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാനൊന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാക്കിംഗ് ബോക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രാൻഡിൽ നിന്ന് നമ്മുടെ ചിക്കനും അതേപോലെ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ വന്ന് ഞാൻ നന്നായിട്ട് റൈസ് ഒന്ന് ആവിയിട്ട് ചൂടാക്കിയെടുത്ത് ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിട്ടോ. 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായാണെങ്കിലും നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ലേറ്റായി പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇനി ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തായിരുന്നു കേട്ടോ എൻ്റെ ടെൻഷൻ. കാരണം 2 മണി വെളുപ്പിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇക്കായും കൂടി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഇതങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ട്. അപ്പോൾ അവരൊരുമിച്ച് കുറേ പേര് ബാച്ചിലേഴ്സ് ഒരുമിച്ച് താമസിക്കുന്നവരാണ്. അങ്ങനെ എന്തായാലും അത് അവർക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് അതെടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വേസ്റ്റായി പോകും. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് കേട്ടോ ഫുഡ് വേസ്റ്റായി പോകാമെന്നുള്ളത്. അപ്പോൾ അതപ്പം തന്നെ അങ്ങനെ അവിടെ കൊടുത്ത് തീർക്കുകയാണ് ചെയ്തത്.
വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഹാസിമിനെ പ്ലേ സ്കൂളിലാക്കുന്ന ഡ്യൂട്ടി ഹംദാനും ഹാറൂനും ആണ് കേട്ടോ മാറി മാറി കൊടുത്തേക്കുന്നത്. ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഒരാൾ ആക്കാൻ പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനാണ് കേട്ടോ ആക്കാൻ പോയത്. അവനാക്കി വന്നിട്ട് ബാൽക്കണി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിസ്സായിട്ടുണ്ടായിരുന്നു. പൂവും കാര്യങ്ങളും ഇലയൊക്കെ വീണിട്ട് എന്തോ പോലെ ഇരുന്നിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു നീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാൽക്കണി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടൊരു ലിക്വിഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഡെയിലി ഉണ്ടാക്കുന്നതാണ്. ഡെയിലി മീൻസ് ഡെയിലി ഈ ഒരു ലിക്വിഡ് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്കിനി ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, എന്നാലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നമ്മുടെ റോസ്മേരി ലീവ്സ് ഉണ്ടല്ലോ അത് ഡ്രൈഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതേപോലെ ലീവ്സായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ഞാൻ രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റോസ്മേരിയുടെ ലീവ്സ് അതേപോലെ ഡ്രൈഡ് ആയിട്ടുള്ളതും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ക്ലോവ്സ് ഇതിട്ടിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരിച്ചിട്ട് അതൊരു ബോട്ടിലാക്കിയിട്ട് ഡെയിലി ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് കേട്ടോ പറയുന്നത്. മുടിയിലല്ല, സ്കാൽപ്പിൽ തന്നെ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതേപോലെ കഴുകി കളയണമെന്നും നിർബന്ധമില്ല കേട്ടോ. അത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ മുടിയിൽ നടത്താത്ത പരീക്ഷണങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, കെരാട്ടിൻ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് മുടി അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഹെയർ ലോസ് ഭയങ്കര കൂടുതലുമാണ്. നമ്മൾക്ക് കയ്യിലുള്ള സംഭവം കൊഴിഞ്ഞു പോകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല കേട്ടോ. ബ്യൂട്ടിയുടെ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് സ്ത്രീകൾ ചെയ്തു പോരുന്ന കുറച്ച് ടിപ്സൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഹോം കെയർ ആയിട്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യുന്നൊരു പരിപാടി എനിക്കില്ല. ഞാൻ ഭയങ്കര കുറവാണ്, കൺസിസ്റ്റൻറ്റും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂക്ഷിക്കാതെ തന്നെയാണ് കേട്ടോ എൻ്റെ മുടി ഇങ്ങനെ ആയത്. അപ്പോൾ എന്തായാലും അത് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ റെസിപ്പീസ് ആക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം 3-4 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രോൺസ് ബിരിയാണിയാണ്, അതേപോലെ ആ പ്രോൺസ് വെച്ചിട്ട് തന്നെ പോള ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഒരു മിനി ബർഗർ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പണി കൂടുതലുള്ളൊരു ദിവസമാണ്. ചിക്കൻ പോള പോലെ തന്നെയാണ് കേട്ടോ ചെമ്മീൻ പോള. ഭയങ്കര സിമ്പിളാണ്. കുറച്ചും കൂടി ടേസ്റ്റും സോഫ്റ്റി ആയിട്ട് തോന്നിയത് എനിക്ക് ചെമ്മീൻ പോള തന്നെയാണ്. ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പേജിൽ തന്നെ കൊടുക്കാം കേട്ടോ. അതേപോലെ മിനി ബർഗർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് എഗ്ഗ് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടാണ്. മുട്ട അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാൻ ബർഗറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് അത് ഫ്രൈ ചെയ്തെടുത്തില്ല എന്നുള്ളത് ഓർത്തേട്ടോ. പക്ഷേ കാണാനുള്ളൊരു ക്യൂട്ട്നെസ് അത്രേ ഉള്ളൂ. ടേസ്റ്റ് കാര്യങ്ങളോ യാതൊരു ഡിഫറൻസും ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തത്, ചെമ്മീൻ പോളയിൽ ഉണ്ടാക്കിയ കുറച്ച് മസാല ബാക്കി വന്നിരുന്നു. അതിലേക്ക് കുറച്ച് മയോണൈസൊക്കെ ആഡ് ചെയ്തിട്ട് അത് എഗ്ഗിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് തന്നെ തീർന്നു, കാരണം ഞാൻ 4 ഉണ്ടാക്കിയുള്ളൂ. പിന്നെ പിള്ളേരും ഇക്കായും എല്ലാവരും ഓരോന്നെടുത്ത് കഴിച്ച് അങ്ങനെ അത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ജ്യൂസ് ഷമാമാണ്. ഷമാമും മാംഗോയും കൂടി ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതും പാലും മിൽക്ക് മെയ്ഡും ഒക്കെ ജ്യൂസാക്കി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സ്ഥിരം അടിക്കുന്നത് നമ്മുടെ റൂഹഫ്സയാണ് കേട്ടോ. അത് എല്ലാ ദിവസവും ഡെയിലി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ അതില്ലാതെ നോമ്പ് തുറയില്ല, കാരണം പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ നല്ല ചെറുതായിട്ടൊരു ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു പരിപാടിയുള്ളൂ. പിന്നെ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂഹഫ്സ ഒഴിച്ചു കൊടുക്കുക, പാൽ ഒഴിച്ചു കൊടുക്കുക, തണ്ണിമത്തനിടുക, പിന്നെ കസ്കസും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂഹഫ്സയും റെഡിയായി കിട്ടും. ചെമ്മീൻ പോള ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ ബിരിയാണിയുടെ മസാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗീ റൈസ് ആക്കിയിട്ടില്ല കേട്ടോ, അതിന് നോമ്പ് തുറന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ കുറച്ച് ഉന്നക്കായും കാര്യങ്ങളും കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹാസിമിന് ഒരു ഫിക്സഡ് പ്ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം വലിച്ചു വാരി ഇടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ മൂലക്ക് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. പിള്ളേരൊക്കെ പള്ളിയിലേക്ക് പോയിക്കായും പള്ളിയിലേക്ക് പോയി വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബിരിയാണി ദമ്മിലിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോസാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഗീ റൈസും റെഡിയാക്കി ബിരിയാണിയൊക്കെ തമ്മിലിട്ടിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പ്രോൺസ് ബിരിയാണിയാണ്. റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പേജിൽ തന്നെ കൊടുക്കാം.
ചെമ്മീൻ പോളയും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പൊടികളും മസാലകളും ഒന്നും ആഡ് ചെയ്യാതെ വെറുതെ ഗരം മസാല മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി എനിക്ക് എപ്പോഴും തോന്നാറ്. ഒരുപാട് മസാലകളും പൊടികളും ഒക്കെ ആഡ് ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ എപ്പോഴും നല്ലത്. അങ്ങനെ പിറ്റേ ദിവസത്തെ നോമ്പായി. നോമ്പ് അവസാനത്തെ 10ലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഷോപ്പിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്യൂട്ടോ. കാരണം ഇവർക്ക് പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് കന്തൂര കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അളവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയും വേണം. അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് ഇക്കകത്തേക്ക് പോയിട്ടുണ്ട് അവർക്ക് അളവൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ കളറ് കന്തൂറ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് പള്ളിയിലേക്കും ഇടാം, പിന്നെ മദ്രസയിൽ പോകുമ്പോഴും ഉപയോഗിക്കാമല്ലോ. ഹാസിമിനെ പ്ലേ സ്കൂളിലാക്കിയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെയാണ് ഓർത്തത് അവൻ്റെ അളവ് എടുക്കണമല്ലോ എന്ന്. ഇനിയിപ്പോൾ എന്തായാലും അവനെയും കൊണ്ട് ഇനി ഒരു ദിവസം കൂടി വരേണ്ട വരും. അങ്ങനെ ഇന്നത്തെ ഒരു പരിപാടി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഒന്ന് പുറത്തുനിന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. വീക്കെൻഡും ആയിരുന്നു. അങ്ങനെ നേരെ പോയി ഹാസിമിനെ പ്ലേ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ പോയത് ടി ജംഗ്ഷനിലേക്കാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിപ്പെട്ടപ്പോഴത്തേനും കറക്റ്റ് 6:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ സ്പേസും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീക്കെൻഡ് ആണെങ്കിൽ അറിയാലോ, ഒരു ഷോപ്പിലും നമുക്കൊരു സീറ്റും കിട്ടില്ല. നേരത്തെ ചെന്നാൽ തന്നെ തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു ഇഫ്താർ കിറ്റും വാങ്ങി പുറത്ത് നിന്ന് ആണ് കേട്ടോ നോമ്പ് തുറന്നത്. ഒരു കാറിൻ്റെ ഡിക്കിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നോമ്പ് തുറന്നത്. അങ്ങനെ നേരെ നോമ്പ് തുറന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ നിന്ന് തറാവീഹ് നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ വാസൽ വില്ലേജിൻ്റെ അകത്ത് തന്നെ, ഞാൻ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ റമദാൻ 30ഉം ഒരു പാർക്കിൽ വെച്ചിട്ട് ഇഫ്താർ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്തല്ല, കുറച്ച് ദൂരെയുള്ളൊരു പാർക്കിലായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ ഒരു 2-3 പാർക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെ ഡെയിലി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ നേരത്തെ കഴിച്ചു. ഒരു 10:30 മണിയോടുകൂടി ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നിട്ട്, അവരാദ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ അവിടെ നിന്ന് ചായയും ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കുറേ പ്രോഗ്രാമുകളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സംസാരിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പിരിഞ്ഞത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് സുഹൂർ കഴിക്കാൻ പോകാനുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ. കാരണം ദുബായിൽ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് നല്ല മീൽസ് അവൈലബിൾ ആണ് കേട്ടോ. ആ ഒരു സുഹൂർ ടൈമിൽ 12 മണി തുടങ്ങി വെളുപ്പ് വരെ ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട് കേട്ടോ നമുക്ക് സുഹൂർ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് കാലിക്കറ്റ് സ്റ്റോറീസിലാണ്. അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ടായി. ഒരു 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ നിന്നില്ല. നമ്മൾ ദേ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ ഒഴിവുണ്ട്, അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെയും ഞങ്ങളൊരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ്. അത്രയ്ക്ക് തിരക്കായിരുന്നു. വീക്കെൻഡ്സ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കലാണ് നല്ലത്. കാരണം ഒരു ഹോട്ടലിൽ ചെന്നാലും സ്ഥലം കിട്ടാൻ പോകണില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കാണ്. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്കും അങ്ങനെ സീറ്റ് കിട്ടി. ഇവിടുത്തെ മീൽസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. മാമ്പഴ പുളിശ്ശേരിയും നമ്മുടെ മീൻ മുളകിട്ടതും പിന്നെ കല്ലുമ്മക്കായ, അത്യാവശ്യം ഫിഷ് തവ, കുറേ ഫിഷുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോൺസ്, മീൻ ചോറാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഇക്കായൊക്കെ ചെമ്മീൻ ചോറാണ് കേട്ടോ പറഞ്ഞത്. എനിക്കെപ്പോഴും മീൽസ് തന്നെയാണ് ഇഷ്ടം. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫിഷ് തവ കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ നോമ്പുറ ഇവിടെ കഴിഞ്ഞു. ഇനി പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഹംദാൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞെങ്കിലും അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് എല്ലാ വർഷവും ഒരു നോമ്പുറ ചെറുതായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഹംദാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാസലിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ആൾ ഇവിടുന്ന് പോയി. അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊരു നോമ്പോറ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ പോളയുടെ കുറച്ച് മസാല അത്യാവശ്യം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൽ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ തവയിൽ എണ്ണ തടവി കൊടുക്കണം കേട്ടോ. നേരത്തെ തന്നെ ആ ഒരു മൈദയുടെ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണ തടവി കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് കമത്തി ഇടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി പോകാൻ കാരണം അതാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയും പിന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം.
ഇത് ഞാൻ പഴം ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പഴം എപ്പോഴും നമ്മൾ പഴം പൊരിയാക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ടേസ്റ്റുമാണ്. പഴം ഇതേപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇത് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നെയ്യിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഞാൻ ഓയിലാണ് ആക്കിയെടുക്കാറ്. പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചിക്കൻ അവർ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നത് ഷോപ്പിൽ നിന്ന്. അങ്ങനെ ഗീ റൈസും ഒക്കെ ആയിട്ടൊരു സിമ്പിൾ നോമ്പ്, ഒരുപാട് ഹെവി ഒന്നും അല്ല. ഒരാളാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോമ്പ് തുറക്കാറായപ്പോഴാണ് രണ്ടുപേരും കൂടി വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്പെഷ്യലൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ പുറത്തുനിന്നൊക്കെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞാനങ്ങനെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് നാടൻ ചോറും മീൻകറിയും ഒക്കെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ പീച്ചിങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോരനാക്കാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസവും വൈകുന്നേരം ഓരോ കൊതികളാണ് കേട്ടോ, ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളത്. ഞാൻ എന്തുണ്ടാക്കിയാലും ഇല്ലെങ്കിലും മിക്ക വൈകുന്നേരം ആകുമ്പോൾ വിളിക്കും, എന്താണെന്ന് വാങ്ങിക്കേണ്ടത്, സ്നാക്സ് എന്താ വേണ്ടത്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നോമ്പ് പിടിച്ച് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് കഴിക്കാനുള്ള ഓരോ ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ ഇന്ന് ചോറും മീൻകറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിള്ളേർക്ക് നോമ്പ് പിടിച്ചിട്ട് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഷവർമയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കലേ ഉള്ളൂ. പിന്നെ രാത്രി ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ ഇടയത്താഴം. ചോറ് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുത്തരിയാണ്, അതേപോലെ ചാളയും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ കിട്ടിയത്. നമ്മുടെ അടുത്ത് ഗ്രാൻഡും പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്, അൽഫലാജ്. അപ്പോൾ അവിടുത്തെ മീൻ കുറച്ചും കൂടി ഫ്രഷാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ കൂടുതലും മീൻ വാങ്ങിക്കാറ്. നല്ല ഉടയാത്ത നല്ല ചാളയായിരുന്നു. അങ്ങനെ അത് കുറേ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയും തേച്ചു. ബാക്കിയുള്ളത് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. മുളക് ചാറാണ് കേട്ടോ ആക്കിയത്. ഒരു ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഒരുപാട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം പിറ്റേ ദിവസത്തേക്കൊക്കെ നമുക്ക് ആവശ്യം വരില്ല. കാരണം ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഹാസിമിന് മാത്രം കൊടുത്താൽ മതിയല്ലോ, അവൻ എന്തെങ്കിലും ഒന്ന് മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയൊക്കെ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കും. അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കും. ഇതിപ്പോൾ ഞാനും കായും മാത്രം കഴിക്കുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. അത്യാവശ്യം മഴയും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ചൂടിലേക്ക് ആവാനായിട്ടാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ചെറിയ മഴയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. എല്ലാ ദിവസവും അത്യാവശ്യം നല്ല മഴയുണ്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. പുറത്ത് കുറേ പേര് കളിക്കുന്നുണ്ട്. മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവരും തന്നെ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കും. അപ്പോൾ ഇന്നത്തെ മെയിൻ ഫുഡും വിശേഷങ്ങളും ഇതൊക്കെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ്. അങ്ങനെ പതിവ് പോലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സുഹൂർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാനുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഒരു 10:45 സമയത്ത് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അങ്ങനെ നേരത്തെ തന്നെ ഞാൻ മന്തിക്ക് വേണ്ട ചിക്കനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഉപ്പും പെപ്പറൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് തൈരും ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, അതിൻ്റെ കളറ് മാറാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ കളറ് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ വേവിച്ച വെള്ളം നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് നമ്മുടെ ഫാം ഫ്രഷ് ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ തക്കാളിയാണ് കേട്ടോ. ഇക്ക രണ്ടാമത്തെ തവണയാണ് തക്കാളി കൊണ്ടുവരുന്നത്. മാഷാ അല്ലാഹ് നല്ല വലിയ തക്കാളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ വെള്ളം അളന്നെടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഒന്ന് അത്യാവശ്യം പൊള്ളിയിട്ടുണ്ടായിരുന്നു. പുറത്തു പോകാനുള്ള സന്തോഷം കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഞാൻ വെള്ളം അളന്നെടുത്ത സമയത്ത് ആ തിളച്ച വെള്ളം കയ്യിലേക്ക് നന്നായിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുമളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ പേസ്റ്റ് എടുത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് അല്ലെങ്കിൽ നെയ്യ് എടുത്ത് കംപ്ലീറ്റ് കവർ ചെയ്ത് വെക്കണമെന്ന് കേട്ടോ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ കുമളച്ച് വരും. അത്യാവശ്യം നല്ല പെയിനായിരുന്നു കേട്ടോ. കുറേ നേരത്തേക്ക് എനിക്ക് ഒന്നിനും വയ്യായിരുന്നു.
പിന്നെ എന്തായാലും ഇതൊക്കെ തീർക്കണം. ഞാൻ പണികളിടയിൽ ഇങ്ങനെ ഇട്ടേക്കായിരുന്നല്ലോ, അപ്പോൾ ഇത് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൈ യൂസ് ചെയ്തിട്ട് ഞാൻ ഇളക്കുമ്പോൾ നമുക്ക് പിന്നെയും ആവി അടിക്കുമ്പോൾ പിന്നെയും ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പുറത്തെ പാനിൽ ഞാൻ റൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. ആ വെള്ളം കൊണ്ടാണ് കേട്ടോ എൻ്റെ കൈ പൊള്ളിയത്. അങ്ങനെ ഇതേ മന്തിയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് ആയിട്ടുണ്ട് സംഭവങ്ങൾ. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ബാക്കി പിന്നെ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. പിന്നെ നമ്മുടെ ജ്യൂസായിട്ട് എന്നത്തെയും പോലെ റൂഅഫ്സയും സർവത്തും ഉണ്ട്. അത് രണ്ടും ഇല്ലാത്തൊരു നോമ്പുറ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. കാരണം പിള്ളേരും അത്യാവശ്യം എൻജോയ് ചെയ്ത് കുടിക്കുന്ന സംഭവങ്ങളാണ് രണ്ടും. ദാഹവും വിശപ്പും എല്ലാം ഒരേപോലെ മാറുന്ന ഡ്രിങ്ക്സ് അല്ലേ രണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും എന്തായാലും ഉണ്ട്. അങ്ങനെ റൈസ് അത്യാവശ്യം സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. എന്നിട്ടൊരു 20 മിനിറ്റ്സ് നല്ല ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മന്തി റെഡിയായി. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കാറ്. പെട്ടെന്ന് പണി കഴിയുന്നൊരു സംഭവമാണ്. അങ്ങനെ നോമ്പുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ പിള്ളേർക്കൊക്കെ കൊടുത്ത് ഇക്കാനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ KCC തന്നെയുള്ള കോഴിക്കോട് സ്റ്റാറിലാണ് വന്നത്. അപ്പോൾ ഒരു 11 മണിയോടുകൂടി അവിടെ സുഹൂർ മീൽസ് സ്റ്റാർട്ട് ചെയ്യും. മീൽസാണ് കേട്ടോ എല്ലായിടത്തും. കല്ലുമക്കായി, മീനിൻ്റെ മുട്ട, അതേപോലെ പലതരം ഫിഷ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. ഞങ്ങൾ വീക്ക് ഡേയ്സ് ആണ് കേട്ടോ പോകുന്നത്. കാരണം അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഒരുപാട് ക്യൂ നിൽക്കേണ്ട വരും, നല്ല തിരക്കായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കറികളൊന്നും നമ്മൾ വിചാരിച്ച കറികളൊന്നും ആയിരുന്നില്ല കേട്ടോ. മീനിൻ്റെ കറികളാണെങ്കിലും ചില മീനുകളൊക്കെ ആണെങ്കിലും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആയിരുന്നു ഫുഡൊക്കെ. എന്നാലും വന്ന ഒരു സന്തോഷത്തിൽ അങ്ങനെ കഴിച്ച് അങ്ങനെ ഇറങ്ങി. 12 മണിയോടുകൂടി നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ ചെയ്തത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട് പുറത്ത്. കുറച്ച് നേരം മഴയത്തൊക്കെ നിന്ന് കത്തിയടിച്ച് നിന്ന് ഇനി എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളൊരു ആലോചനയിലാണ്. കാരണം ആർക്കും വീട്ടിൽ പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. റമദാന് ഗൾഫിലൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സുബഹി കഴിഞ്ഞിട്ടാണ് എല്ലാവരും കിടക്കുക. എന്നിട്ട് ഒരു ഉച്ചവരെ കിടന്നുറങ്ങും. എന്നിട്ട് ബാക്കി പരിപാടികൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ T ജംഗ്ഷനിലേക്ക് വന്നതാണ്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി. ഇങ്ങനെ കുലുക്കി സർബത്ത്, ഐസ് ചുരണ്ടിയത്, മാങ്ങ ഉപ്പിലിട്ടത്, പലതരം പുഡിങ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ട്. ഇവിടുത്തെ ചായ അത്ര വലിയ സുഖമില്ല, ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ നിന്നില്ല. ചായ കുടിക്കാന്നുള്ള പേരിലാണ് വന്നതെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു 3 ഫ്ലേവറിലുള്ള പുഡിങ്ങുകൾ പറഞ്ഞു കേട്ടോ. മാംഗോ പുഡിങ്ങും 3 അടിപൊളിയായിരുന്നു. പിസ്താഷ്യോ, അതേപോലെ കരിക്ക് പുഡിങ്, 3ഉം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ ഉപ്പിലിട്ട സംഭവങ്ങളാണ്. അതൊന്നും വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, ഒന്നും അങ്ങനെ പിടിക്കാത്ത പോലെ തോന്നിയിട്ടാണ്. വലിയ പുളിയോ എരിവോ ഉപ്പോ ഒന്നും ഇല്ല, ഒരു പ്ലെയിൻ ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അതും കഴിച്ചു. ഒരു അവൽ മിൽക്ക് ഓർഡർ ചെയ്ത് അകത്ത് പോയിരുന്നു. കാരണം ഞങ്ങളുടെ വയറൊക്കെ നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറേ ദിവസത്തെ റമദാൻ വിശേഷങ്ങൾ. റമദാനും പെരുന്നാളൊക്കെ കഴിഞ്ഞെങ്കിലും കുറച്ച് റെസിപ്പീസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഞാൻ വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ടും എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.